മിടുക്കനാണ്. വേഷം അസലായിരുന്നു. മമ്മൂസ് ആക്ടിങ് യെസ്റ്റർഡേ കാര്യം മമ്മു കുറച്ച് ഓവറാക്കി. നടനം ഇത്തിരി വശമാക്കിയിട്ടുണ്ടല്ലേ. ഏത് വേഷവും കേട്ട വിട്ടി വേഷമാണെങ്കിൽ വിട്ടി വേഷം. യെസ്റ്റർഡേ സ്ക്രിപ്റ്റ് യെസ്റ്റർഡേ എന്ന് പറയുന്നവരോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് അത് അങ്ങനെ ആയിപ്പോകുന്നതാണ്. മനസ്സിലായോ? കയ്യിന്ന് പോയി വേണ്ടായിരുന്നു. ഇവ ഇന്നലെ മമ്മു കരയുമ്പോ ചിരിക്കുന്ന അത് കണ്ടിട്ടാരെങ്കിലും ആരാണെങ്കിലും ചിരിച്ചു. ഇന്നലെ വീട്ടിൽ ചെന്നിട്ട് ഞാനിത് ഓർത്തത്ര ചിരിച്ചെന്നറിയോ? ചന്ദനമഴ ഇത് മറ്റേ പാരിജാതം സീരിയല് പോലെ ആക്കിയെന്നാ പറയുന്നത്. എന്തൊരു കഷ്ടകാലം. ഞാൻ ഉദ്ദേശിച്ചത് വേറെ, ഈ പുല്ലന്മാർ ഉദ്ദേശിച്ചത് വേറെ. ഒരിക്കലും മമ്മൂനോട് ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് കരനോണ്ട് ബാ ഇതാക്ക് അല്ലെങ്കിൽ ഇവനോട് അങ്ങനെ ചെയ് ഇങ്ങനെ പറയുന്നതല്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ, മുതലാളി മറന്നുപോയത്. ഇവിടെ ചിരിക്കുന്നു. ഇതെല്ലാം നമ്മ ഫുള്ള് മറ്റേ നാടകം കളിച്ച പോലെ ആവശ്യമില്ലാത്ത പെട്ടെന്നുണ്ട് കരനോട് ഒരാൾ കേറി വരുന്നത്. അത് കണ്ടിട്ട് ഞാൻ പിടിച്ചിക്കാൻ കുറെ നോക്കി, പക്ഷെ പറ്റുന്നില്ല. വിളക്കിലെടുക്കല്ലേ, ചൊറി വന്നിരിക്കുമ്പോഴാ ചൊറുതണം കൊണ്ട് അടിക്കുന്നത്. എടാ ചിരി വരാണ്ട് നിക്കോ, ഇവന്റെ കൈ കയറി പിടിച്ചിങ്ങനെ അന്നേരം ആക്കി ഇവന്റെ മുഖം കണ്ട മൂക്കട്ടയിൽ ഒലിക്കുന്ന വായിൽ ഇങ്ങനെ വറക്കുന്ന ഇത് കാണുമ്പോ ചിരി വന്നിട്ടുണ്ടല്ലോ. ഇതിനെ ഞാൻ പിടിച്ചെന്ന് ഇന്ന് രാവിലെ നോക്കുമ്പോ ഇഡ്ഡലി പൊട്ടി വീങ്ങുന്നവൻ. കുറച്ചുകൂടി ഇഡ്ഡലി ഉണ്ടോ? ഓ അവിടെ ഇനി കൊണ്ടുവരാനൊന്നുമില്ല. ഇഡലി അല്ലേ ഇരിക്കുന്നത്. എനിക്ക് നല്ല വശപ്പെട്ടത്. തലക്ക് ഒരെണ്ണം ഞാൻ കൊടുത്തു. ഇവ ഇഡ്ഡലി എടുത്ത് ചുരുട്ടി പിടിക്കുന്നു. ഞാൻ ഒരെണ്ണം തലക്ക് കൊടുത്ത്. ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി ഊണ് കഴിക്കല്. ഇപ്പൊ ഞാൻ എത്ര പേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല.